മജ്ജ്‌മ നികായ 142 ദക്ഷിണ വിഭംഗ സൂത്ത്. ദക്ഷിണ എന്ന് പറയുന്ന സമയത്ത് ദക്ഷിണ അല്ലെങ്കിൽ ദാനം എന്നെല്ലാം അർത്ഥമുണ്ട്. ഈ സൂത്രത്തിൽ ദാനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്ര തരത്തിലുള്ള ദാനമുണ്ട്, അതിൽ ഏത് ദാനമാണ് നല്ലത്, എപ്രകാരമാണ് ദാനം ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു വ്യക്തി ജീവിതത്തിൽ ദാനം ചെയ്യുന്നില്ല, ശീലം പാലിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള വഴിയിലൂടെയാണ് പോകുന്നത്. ഒരിക്കലും ആ വ്യക്തിക്ക് സ്വർഗ്ഗലോകമോ നിർവ്വാണമോ കിട്ടുന്നില്ല. എന്നാൽ ഒരു വ്യക്തി ശീലം പാലിക്കാൻ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി സ്വർഗത്തിലേക്കുള്ള പാതയിലാണ് പോകുന്നത്. ഒരു വ്യക്തി ശീലവും ദാനവും അഭ്യസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി സ്വർഗത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ നമ്മൾ ദാനവും ശീലവും അതേപോലെ തന്നെ ഭാവന അല്ലെങ്കിൽ ധ്യാനവും അഭ്യസിക്കുകയാണെങ്കിൽ നമ്മൾ പോകുന്ന നിർവ്വാണത്തിൻ്റെ വഴിക്കാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതിനാൽ ദാനത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ നല്ല കാര്യമാണ്. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശാക്യന്മാരുടെ സ്ഥലത്ത് വിഹരിക്കുകയായിരുന്നു. കപിലവസ്തുവിൻ്റെ അടുത്തുള്ള നിഗ്രോധാരാമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് മഹാപ്രജാപതി ഗൗതമി ഭഗവാന്റെ അടുത്ത് വന്നു. പുതുതായി തുന്നിയ ഒരു ജോഡി വസ്ത്രങ്ങളുമായിട്ടാണ് വന്നത്. ഭഗവാനെ വന്ദിച്ചതിന് ശേഷം അവർ ഒരു ഭാഗത്തിരുന്നു. എന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, ഞാൻ ഈ ഒരു ജോഡി വസ്ത്രങ്ങൾ ഭഗവാന് വേണ്ടി പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയതാണ്. ബന്ദേ, ഭഗവാൻ അനുകമ്പ കൊണ്ട് ഈ വസ്ത്രങ്ങളെ സ്വീകരിച്ചാലും. മഹാപ്രജാപതി ഗൗതമി ഭഗവാന്റെ അമ്മയുടെ സഹോദരിയായിരുന്നു. ഭഗവാന്റെ ജനനം കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുന്നു. അതിനുശേഷം മഹാപ്രജാപതി ഗൗതമിയാണ് ഭഗവാനെ പാലൂട്ടി വളർത്തിയതും വലുതാക്കിയതും. മഹാപ്രജാപതി ഗൗതമി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഗൗതമി, ഇത് സംഘത്തിന് കൊടുക്കുക. ഇത് സംഘത്തിന് കൊടുക്കുകയാണെങ്കിൽ ഞാനും സംഘവും ഇതിനാൽ പൂജിതരാകും. അപ്പോൾ രണ്ടാമതും മൂന്നാമതും പ്രജാപതി ഗൗതമി ഇപ്രകാരം തന്നെ പറഞ്ഞു. രണ്ടാമതും മൂന്നാമതും ഭഗവാൻ ഇപ്രകാരം തന്നെ ഉത്തരം കൊടുത്തു. മഹാപ്രജാപതി ഗൗതമി ഭഗവാനോട് പറഞ്ഞു, ഈ ജോഡി വസ്ത്രങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് സംഘത്തിന് കൊടുക്കുക. സംഘത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഞാനും സംഘവും ഒരുപോലെ പൂജിതരാകും എന്ന് പറഞ്ഞു. അതായത് ഭഗവാൻ ഇവിടെ പറയുന്നതിൻ്റെ ഉദ്ദേശം, ഒരിക്കലും സംഘത്തിൽ ഒരു വ്യക്തിക്ക് ദാനം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം വളരെ കമ്മിയായിരിക്കും. കൊടുക്കുകയാണെങ്കിൽ സംഘത്തിന് മുഴുവനായിട്ട് കൊടുക്കണം. ഒരു വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഫലം കമ്മിയാകും. അതുകൊണ്ടാണ് ഭഗവാൻ സംഘത്തിന് ഒരുമിച്ച് കൊടുക്കാൻ പറയുന്നത്. അതിനാൽ നമ്മളും ഏതെങ്കിലും ബുദ്ധവിഹാരത്തിൽ പോവുകയാണെങ്കിൽ ഒരിക്കലും ഒരു ഭിക്ഷുവിനായിട്ട് നമ്മൾ ദാനം കൊടുക്കരുത്. സംഘത്തിനായിട്ട് നമ്മൾ ദാനം കൊടുക്കുക. അത് വളരെ ഫലം ലഭിക്കുന്നതാണ്. ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിൽ അത്ര വലിയ ഫലമുണ്ടാകില്ല. ഈ കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ഭഗവാൻ അത് സംഘത്തിന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആ സമയത്ത് ആയുഷ്മാൻ ആനന്ദൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, മഹാപ്രജാപതി ഗൗതമി കൊണ്ടുവന്ന ആ ഒരു ജോഡി വസ്ത്രങ്ങൾ ദയവ് ചെയ്ത് സ്വീകരിച്ചാലും. എന്തെന്നാൽ മഹാപ്രജാപതി ഗൗതമി ഭഗവാന് വളരെയധികം ഉപകാരം ചെയ്തിട്ടുണ്ട്. അമ്മയെപ്പോലെ അവർ താങ്കളെ വളർത്തിയതാണ്, പോഷിപ്പിച്ചതാണ്, സ്വന്തം പാല് തന്ന് വളർത്തിയതാണ്. ഭഗവാന്റെ അമ്മ ശരീരം ഉപേക്ഷിച്ചപ്പോൾ മഹാപ്രജാപതി ഗൗതമിയാണ് താങ്കൾക്ക് സ്വന്തം മുലപ്പാൽ തന്ന് വളർത്തിയത്. ബന്ദേ, ഭഗവാനും മഹാപ്രജാപതിക്ക് വളരെയധികം സഹായം ചെയ്തിട്ടുണ്ട്. ബന്ദേ, ഭഗവാൻ കാരണമാണ് മഹാപ്രജാപതി ബുദ്ധനും ധർമ്മത്തിലും സംഘത്തിലും ശരണം തേടിയത്. ബന്ദേ, താങ്കൾ കാരണമാണ് മഹാപ്രജാപതി ഗൗതമി പ്രാണികളെ കൊല്ലുന്നതും മോഷ്ടിക്കുന്നതും വ്യഭിചരിക്കുന്നതും നുണ പറയുന്നതും അതേപോലെ തന്നെ മദ്യം തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും ഉപേക്ഷിച്ചത്. ബന്ദേ, താങ്കൾ മൂലമാണ് മഹാപ്രജാപതി ഗൗതമി ഭഗവാനിലും ധർമ്മത്തിലും സംഘത്തിലും ശ്രദ്ധയുണ്ടായത്. അതുകൂടാതെ ആര്യന്മാരുടെ ശീലം പാലിക്കുന്നത്. ബന്ദേ, താങ്കൾ കാരണമാണ് മഹാപ്രജാപതി ഗൗതമിക്ക് ദുഃഖത്തിലും ദുഃഖസമുദയത്തിലും ദുഃഖനിരോധത്തിലും ദുഃഖനിരോധകാമിനി പടിപതിയിലും സംശയം ഇല്ലാതായത്. ബന്ദേ, ഭഗവാൻ കാരണമാണ് മഹാപ്രജാപതി ഗൗതമിക്ക് വളരെയധികം ഉപകാരമുണ്ടായത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആനന്ദ, അത് സത്യമാണ്. ആനന്ദ, ഏതെങ്കിലും ഒരു വ്യക്തി താങ്കളെ ബുദ്ധനിൽ ധർമ്മത്തിൽ സംഘത്തിൽ ശരണം പ്രാപിച്ചു എങ്കിൽ, അതിന് സഹായിച്ചു എങ്കിൽ
അവരുടെ ആ കടത്തെ വീട്ടുവാൻ വളരെ എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ ആ വ്യക്തിയെ വന്ദിക്കുകയാണ്, അവർ എണീക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുകയാണ്, രണ്ട് കൈകളും കൂപ്പി അവരെ നമസ്കരിക്കുകയാണ്, അവരുടെ മുന്നിൽ ശരിയായിട്ടുള്ള ആചാരമര്യാദകൾ പാലിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുകയാണ്, ഭക്ഷണം കൊടുക്കുകയാണ്, താമസിക്കാനുള്ള സ്ഥലം കൊടുക്കുകയാണ്, മരുന്ന് കൊടുക്കുകയാണ്, രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ കൊടുക്കുകയാണ്. എന്നാലും നമ്മൾക്ക് അവരോടുള്ള കടം വീട്ടാൻ സാധിക്കില്ല. ആനന്ദ, ഏതെങ്കിലും ഒരു വ്യക്തി താങ്കളെ പ്രാണികളെ കൊല്ലുന്നതിൽ നിന്ന്, മോഷ്ടിക്കുന്നതിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന്, നുണ പറയുന്നതിൽ നിന്ന്, മദ്യം കുടിക്കുന്നതിൽ നിന്ന് താങ്കളെ മോചിപ്പിച്ചു എങ്കിൽ അവരുടെ ആ കടം വീട്ടാൻ എളുപ്പമല്ല. ആനന്ദ, ഏതെങ്കിലും വ്യക്തി താങ്കൾക്ക് ബുദ്ധനിൽ, ധർമ്മത്തിൽ, സംഘത്തിൽ ശ്രദ്ധ ഉണ്ടാക്കാൻ സഹായിച്ചു എങ്കിൽ, ആര്യശീലം പാലിക്കാൻ സഹായിച്ചു എങ്കിൽ ആ വ്യക്തിയോടുള്ള കടം വീട്ടാൻ എളുപ്പമല്ല. ആനന്ദ, ഏതെങ്കിലും വ്യക്തി താങ്കളെ 4 ആര്യസത്യം, അതായത് ദുഃഖം, ദുഃഖസമുദയം, ദുഃഖനിരോധം, ദുഃഖനിരോധഗാമിനി പടിപത, ഇതിൽ സംശയമില്ലാതാക്കാൻ താങ്കളെ സഹായിച്ചു എങ്കിൽ ആ വ്യക്തിയുടെ കടം വീട്ടാൻ എളുപ്പമല്ല. നിങ്ങൾ ആ വ്യക്തിയെ അഭിവാദനം ചെയ്യുകയാണ്, ആ വ്യക്തിയുടെ മുന്നിൽ എഴുന്നേൽക്കുകയാണ്, കൈകൂപ്പിക്കുകയാണ്, അവരുടെ മുന്നിൽ ശരിയായിട്ടുള്ള ആചാരമര്യാദകൾ പാലിക്കുകയാണ്, വസ്ത്രം, അതേപോലെ തന്നെ ഭക്ഷണം, താമസ സ്ഥലം, മരുന്ന്, രോഗിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എല്ലാം കൊടുക്കുകയാണ്. എങ്കിലും അവരുടെ കടത്തിൽ നിന്ന് മുക്തരാകാൻ എളുപ്പമല്ല. ആനന്ദ, ഈ 14 തരത്തിലുള്ള ദാനങ്ങളുണ്ട്, വ്യക്തികൾക്ക് കൊടുക്കുന്ന ദാനങ്ങൾ. ആ 14 എന്താണ്? തഥാഗതന്, അർഹന്തന്, സമ്മാ സംബുദ്ധന് നിങ്ങൾ ദാനം കൊടുക്കുകയാണ്. ഇത് 1ാമത്തെ വ്യക്തിക്കുള്ള ദാനമാണ്. ഇതിനാണ് ഏറ്റവും കൂടുതൽ ഫലം. അത് കഴിഞ്ഞ് താഴത്ത് പോകുന്തോറും ഫലം കുറയുന്നതാണ്. താങ്കൾ പച്ചേക സമ്പുദ്ധന് ദാനം കൊടുക്കുന്നു. പച്ചേക സമ്പുദ്ധൻ എന്ന് പറയുമ്പോൾ പച്ചേക ബുദ്ധൻ എന്നും പറയും. അതായത് ഒരു വ്യക്തി തൻ്റെ പാർമികളെ കൂട്ടിക്കൂട്ടി ബുദ്ധനായി. പക്ഷേ ആ വ്യക്തിക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിയില്ല. കാരണം അത്രയ്ക്കുള്ള പാർമി അവരുടെ കയ്യിൽ ഇല്ല. അതിനാൽ സ്വയം ബുദ്ധനായി മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഉള്ള വ്യക്തി, ആ വ്യക്തിയാണ് പച്ചേക ബുദ്ധൻ എന്ന് പറയുന്നത്. ഇത് 2ാമത്തെ തരത്തിലുള്ള വ്യക്തികൾക്കുള്ള ദാനമാണ്. തഥാഗത സാവകെ അർഹന്തേ ദാനം ദേതി. തഥാഗതൻ്റെ ശിഷ്യനായിട്ടുള്ള ഒരു അർഹന്തന് ദാനം കൊടുത്തു. ഇത് 3ാമത്തെ തരത്തിലുള്ള വ്യക്തികൾക്കുള്ള ദാനമാണ്. അർഹത്ത ഫലസച്ചിഗിരിയായ പടിപന്നെ ദാനം ദേതി. വേറൊരു വ്യക്തി അർഹന്തൻ്റെ ഫലം സാക്ഷാത്കരിക്കാനുള്ള പാതയിലാണ്, ആ വ്യക്തിക്ക് ദാനം കൊടുത്തു. ഇത് 4ാമത്തെ വ്യക്തികൾക്കുള്ള ദാനമാണ്. അനാഗാമിക്ക് ദാനം കൊടുത്തു. ഇത് വ്യക്തികൾക്കുള്ള 5ാമത്തെ ദാനമാണ്. അനാഗാമി ഫലം പ്രാപിക്കാനുള്ള പാതയിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് ദാനം കൊടുത്തു. ഇത് 6ാമത്തെ ദാനമാണ്. ഒരു സകതാഗാമിക്ക് ദാനം കൊടുത്തു. ഇത് 7ാമത്തെ വ്യക്തികൾക്കുള്ള ദാനമാണ്. സഗ്താഗാമി ഫലത്തിനെ സാക്ഷാത്കരിക്കാനുള്ള മാർഗത്തിലൂടെ നടക്കുന്ന വ്യക്തിക്ക് ദാനം കൊടുത്തു. ഇത് 8ാമത്തെ വ്യക്തികൾക്കുള്ള ദാനമാണ്. ശ്രോതാപന്നനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ദാനം കൊടുത്തു. ഇത് 9ാമത്തെ വ്യക്തികൾക്കുള്ള ദാനമാണ്. ശ്രോതാപത്തി ഫലം സാക്ഷാത്കരിക്കാനുള്ള പാതയിലൂടെ നടക്കുന്നൊരു വ്യക്തിക്ക് ദാനം കൊടുത്തു. ഇത് 10ാമത്തെ വ്യക്തികൾക്കുള്ള ദാനമാണ്. ബാഹിരകെ കാമേസു വീതരാകെ ദാനം ദേതി. ബുദ്ധസംഘത്തിന് വെളിയിലുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഇന്ദ്രിയസുഖങ്ങളിൽ ആസക്തിയില്ല, അതിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്, ആ വ്യക്തിക്ക് ദാനം കൊടുത്തു. ഇത് 11ാമത്തെ വ്യക്തികൾക്കുള്ള ദാനമാണ്. പുതുജന ശീലവന്തേ ദാനം ദേതി. ശീലവാനായിട്ടുള്ള ഒരു സാധാരണ വ്യക്തിക്ക് ദാനം കൊടുത്തു. ഇത് 12ാമത്തെ വ്യക്തികൾക്കുള്ള ദാനമാണ്. പുതുജന ദുശ്ശീലേ ദാനം ദേതി. ദുശ്ശീലമുള്ള ഒരു സാധാരണ വ്യക്തിക്ക് ദാനം കൊടുത്തു. ഇത് 13ാമത്തെ വ്യക്തികൾക്കുള്ള ദാനമാണ്. തിരച്ഛാനഗതേ ദാനം ദേതി. മൃഗത്തിന് ദാനം കൊടുത്തു. ഇത് 14ാമത്തെ വ്യക്തികൾക്കുള്ള ദാനമാണ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഭഗവാൻ പറയുന്നു, ദുശ്ശീലമുള്ള ഒരു വ്യക്തി, അതായത് കുടിക്കുന്ന, അതേപോലെ തന്നെ പ്രാണികളെ കൊല്ലുന്ന, അങ്ങനത്തെ ഉള്ള വ്യക്തികൾക്കും നമ്മൾക്ക് ദാനം കൊടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ദാനം കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ദാനങ്ങളുടെ എല്ലാം ഫലം പറയുന്നു. ആനന്ദ, ഇനി താഴെ പറയുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്ന ദാനത്തിൻ്റെ ഫലം ഇപ്രകാരമായിരിക്കും. ഒരു മൃഗത്തിന് നമ്മൾ ദാനം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം 100 ഇരട്ടിയായിട്ട് വരും. അതായത് ഒരു പാത്രം ചോറ് ഒരു മൃഗത്തിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് 100 പാത്രം ചോറ് നമുക്ക് ഫലമായിട്ട് ലഭിക്കും എന്നാണ് പറയുന്നത്.
ഒരു ദുശ്ശീലനായിട്ടുള്ള സാധാരണ വ്യക്തിക്ക് കൊടുക്കുന്ന ദാനത്തിൻ്റെ ഫലം 1000 ഇരട്ടിയായിട്ട് വരും. ശീലമുള്ള ഒരു സാധാരണ വ്യക്തിക്ക് കൊടുക്കുന്ന ദാനത്തിൻ്റെ ഫലം 1,00,000 തിരിച്ചു വരും. ബുദ്ധശാസനത്തിന് വെളിയിലുള്ള ഇന്ദ്രിയ സുഖങ്ങളോട് രാഗമില്ലാത്ത ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ദാനത്തിൻ്റെ ഫലം 1000 കോടി മടങ്ങായിട്ട് തിരിച്ചു വരും. എന്നാൽ ശ്രോതാപന്നൻ ആകാനുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി, ശ്രോതാപന്നനായിട്ടുള്ള ഒരു വ്യക്തി, സഗതാഗാമിയാകാനുള്ള പാതയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തി, സഗതാഗാമിയായിട്ടുള്ള വ്യക്തി, അനാഗാമിയാകാനുള്ള പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി, അനാഗാമിയായിട്ടുള്ള വ്യക്തി, അർഹന്തനാകാനുള്ള പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി, അർഹന്തനായിട്ടുള്ള വ്യക്തി, ഒരു പ്രത്യേക ബുദ്ധൻ, അതേപോലെ തന്നെ ഒരു ബുദ്ധൻ, ഇവർക്കെല്ലാം കൊടുക്കുന്ന ദാനത്തിൻ്റെ ഫലം നമ്മൾക്ക് ഊഹിക്കാൻ കൂടി കഴിയാത്തതാണ്. അത് നമുക്ക് അളക്കാൻ സാധിക്കാത്ത ഫലമാണ് നമുക്ക് ലഭിക്കുക. ആനന്ദ, സംഘത്തിന് 7 തരത്തിലുള്ള ദാനം നമ്മൾക്ക് കൊടുക്കാവുന്നതാണ്. ആ 7 തരത്തിലുള്ള ദാനം ഏതൊക്കെയാണ്? ബുദ്ധൻ പ്രമുഖനായിട്ടുള്ള ഭിക്ഷു സംഘം, ഭിക്ഷുണി സംഘം, ഈ സംഘത്തിന് കൊടുക്കുന്ന ദാനം, ഇതാണ് സംഘത്തിന് കൊടുക്കുന്ന ഒന്നാമത്തെ ദാനം. ഇതിനാണ് ഏറ്റവും കൂടുതൽ ഫലമുള്ളത്. ബുദ്ധൻ്റെ പരിനിർവാണത്തിന് ശേഷം ഭിക്ഷു സംഘത്തിനും ഭിക്ഷുണി സംഘത്തിനും കൊടുക്കുന്ന ദാനം, ഇതാണ് രണ്ടാമത്തെ സംഘത്തിന് കൊടുക്കുന്ന ദാനം. ഭിക്ഷു സംഘത്തിന് മാത്രം കൊടുക്കുന്ന സംഘദാനം, ഇതാണ് മൂന്നാമത്തെ സംഘത്തിനുള്ള ദാനം. ഭിക്ഷുണികളുടെ സംഘത്തിന് മാത്രം കൊടുക്കുന്ന ദാനം, ഇതാണ് 4ാമത്തെ സംഘത്തിന് കൊടുക്കുന്ന ദാനം. ഒരു വ്യക്തി ഇങ്ങനെ ദാനം കൊടുക്കുകയാണ്: ഈ സംഘത്തിൽ നിന്ന് ഇത്ര ഭിക്ഷുക്കൾക്കും ഇത്ര ഭിക്ഷുണികൾക്കും ദാനം കൊടുക്കുക. ഇത് സംഘത്തിനുള്ള 5ാമത്തെ ദാനമാണ്. ഒരു വ്യക്തി ദാനം കൊടുക്കുന്നു, എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നു: ഈ സംഘത്തിൽ നിന്ന് ഇത്ര ഭിക്ഷുക്കൾക്ക് ദാനം കൊടുക്കുക. ഇത് 6ാമത്തെ സംഘത്തിനുള്ള ദാനമാണ്. ഒരു വ്യക്തി ദാനം കൊടുക്കുന്നു, എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നു: ഈ ഭിക്ഷുണി സംഘത്തിൽ നിന്ന് ഇത്ര ഭിക്ഷുണികൾക്ക് മാത്രം ദാനം കൊടുക്കുക. ഇത് 7ാമത്തെ സംഘത്തിനുള്ള ദാനമാണ്. ആനന്ദ, ഭാവിയിൽ ദുശ്ശീലമുള്ള പാപധർമ്മങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ പാപകർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ കാഷായ വസ്ത്രം ധരിക്കും. അപ്പോൾ വ്യക്തികൾ സംഘത്തിൻ്റെ പേരിൽ ആ ദുശ്ശീലരായിട്ടുള്ള ഭിക്ഷുക്കൾക്ക് ദാനം കൊടുക്കും. എന്നാലും ആനന്ദ, ഞാൻ പറയുന്നു, ആ സംഘത്തിന് കൊടുക്കുന്ന ദാനവും അതിൻ്റെ ഫലം നമ്മൾക്ക് ഊഹിക്കാൻ സാധിക്കില്ല, അതിനെ അളക്കാൻ സാധിക്കില്ല. അതായത് ദുശ്ശീലരായിട്ടുള്ള ഭിക്ഷുക്കളാണെങ്കിൽ കൂടി നമ്മൾ സംഘത്തിന് ദാനം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം നമ്മൾക്ക് ഊഹിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ആനന്ദ, വ്യക്തികൾക്ക് കൊടുക്കുന്ന ദാനം അതിന് സംഘത്തിന് കൊടുക്കുന്ന ദാനത്തിൻ്റെ അത്ര ഫലമില്ല. ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒരു ഭിക്ഷ സംഘത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾക്കറിയാവുന്ന ഏതെങ്കിലും ഭിക്ഷു ഉണ്ടാവും. ആ ഭിക്ഷുവിന് മാത്രമായിട്ട് നമ്മൾ ദാനം കൊടുക്കുകയാണെങ്കിൽ അത് അത്ര ഫലം തരുന്നതല്ല. എന്നാൽ ദാനം ആ ഭിക്ഷു സംഘത്തിന് മുഴുവനായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം അസീമമായിരിക്കും. ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും പ്രത്യേക ഒരു ഭിക്ഷുവിന് ദാനം കൊടുക്കുന്നതിനേക്കാൾ ആ സംഘത്തിന് ദാനം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ആനന്ദ, ദാനത്തെ ശുദ്ധമാക്കുന്ന ഈ 4 കാര്യങ്ങളുണ്ട്. ഈ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആനന്ദ, ഇങ്ങനെ ഒരു ദാനമുണ്ട്. അതിൽ കൊടുക്കുന്ന വ്യക്തി ശുദ്ധനാണ്, എന്നാൽ സ്വീകരിക്കുന്ന വ്യക്തി ശുദ്ധനല്ല. ആനന്ദ, മറ്റൊരു ദാനമുണ്ട്. അതിൽ സ്വീകരിക്കുന്ന വ്യക്തി ശുദ്ധനാണ്, പക്ഷെ കൊടുക്കുന്ന വ്യക്തി ശുദ്ധനല്ല. ആനന്ദ, മറ്റൊരു ദാനമുണ്ട്. അതിൽ കൊടുക്കുന്ന വ്യക്തിയോ സ്വീകരിക്കുന്ന വ്യക്തിയോ രണ്ടുപേരും ശുദ്ധരല്ല. ആനന്ദ, മറ്റൊരു ദാനമുണ്ട്. അതിൽ കൊടുക്കുന്ന വ്യക്തിയും സ്വീകരിക്കുന്ന വ്യക്തിയും രണ്ടുപേരും ശുദ്ധരാണ്. ആനന്ദ, എപ്രകാരമാണ് കൊടുക്കുന്ന വ്യക്തി ശുദ്ധനാണ്, എന്നാൽ സ്വീകരിക്കുന്ന വ്യക്തി ശുദ്ധനല്ലാതിരിക്കുന്നത്? ആനന്ദ, കൊടുക്കുന്ന വ്യക്തി ശീലം പാലിക്കുന്ന വ്യക്തിയാണ്, പുണ്യധർമ്മം പാലിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ സ്വീകരിക്കുന്ന വ്യക്തി ദുശീലം ആയിട്ടുള്ള വ്യക്തിയാണ്, പാപകർമ്മം ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെയാണ് ആനന്ദ കൊടുക്കുന്ന വ്യക്തി ശുദ്ധനും സ്വീകരിക്കുന്ന വ്യക്തി അശുദ്ധനുമാകുന്നത്. ആനന്ദ, എപ്രകാരമാണ് നമ്മൾ ദാനം കൊടുക്കുന്ന സമയത്ത് സ്വീകരിക്കുന്ന വ്യക്തി ശുദ്ധനാണ്, പക്ഷേ കൊടുക്കുന്ന വ്യക്തി ശുദ്ധനല്ല? ആനന്ദ, കൊടുക്കുന്ന വ്യക്തി ദുശീലനാണ്, പാപകർമ്മം ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാൽ സ്വീകരിക്കുന്ന വ്യക്തി ശീലവാനാണ്, പുണ്യകർമ്മം ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോഴാണ് സ്വീകരിക്കുന്ന വ്യക്തി വിശുദ്ധനാണ്, പക്ഷേ കൊടുക്കുന്ന വ്യക്തി വിശുദ്ധനല്ല എന്ന് പറയുന്നത്. ആനന്ദ, കൊടുക്കുന്ന വ്യക്തിയോ സ്വീകരിക്കുന്ന വ്യക്തിയോ മൂലം ആ ദാനം ഒരിക്കലും പറ്റില്ല. ആനന്ദ, സ്വീകരിക്കുന്ന വ്യക്തിയും കൊടുക്കുന്ന വ്യക്തിയും പാപകർമ്മം ചെയ്യുന്നതാണ്.
പുണ്യധർമ്മം ചെയ്യുന്നവരല്ല. അങ്ങനെയാണെങ്കിൽ സ്വീകരിക്കുന്ന വ്യക്തിയും കൊടുക്കുന്ന വ്യക്തിയും അവർ ആ ദാനത്തെ ശുദ്ധീകരിക്കുന്നില്ല. ആനന്ദ, എപ്രകാരമാണ് കൊടുക്കുന്ന വ്യക്തിയും സ്വീകരിക്കുന്ന വ്യക്തിയാലും ദാനം ശുദ്ധീകരിക്കപ്പെടുന്നത്? ആനന്ദ, കൊടുക്കുന്ന വ്യക്തിയും സ്വീകരിക്കുന്ന വ്യക്തിയും രണ്ടുപേരും ശീലവാന്മാരാണ്, കല്യാണധർമ്മം ഉള്ളവരാണ്. അങ്ങനെയാണ് കൊടുക്കുന്ന വ്യക്തിയാലും സ്വീകരിക്കുന്ന വ്യക്തിയാലും ദാനം ശുദ്ധീകരിക്കപ്പെടുന്നത്. ആനന്ദ, ഇപ്രകാരമാണ് 4 തരത്തിലുള്ള ദാനത്തിൻ്റെ ശുദ്ധത ഉണ്ടാകുന്നത്. അതാണ് ഭഗവാൻ പറഞ്ഞത്. അതിനുശേഷം ഭഗവാൻ ഗാഥകളാൽ ഇപ്രകാരം വീണ്ടും പറഞ്ഞു. ഏതൊരു സമയത്ത് ഒരു ശീലവാനായിട്ടുള്ള വ്യക്തി ദുശ്ശീലനായിട്ടുള്ള വ്യക്തിക്ക് പ്രസന്നചിത്തത്താൽ ശരിയായിട്ടുള്ള ദാനം കൊടുക്കുന്നുവോ, ധാരാളം ഫലം പ്രതീക്ഷിച്ച് കൊണ്ട് കൊടുക്കുന്നുവോ, ആ സമയത്ത് കൊടുക്കുന്ന വ്യക്തിയാൽ ആ ദാനം ശുദ്ധമാണ്. ദുശ്ശീലമുള്ള ഒരു വ്യക്തി ശീലവാനായിട്ടുള്ള ഒരു വ്യക്തിക്ക് അപ്രസന്ന മനസ്സോടുകൂടി ദാനം കൊടുക്കുന്ന സമയത്ത്, ധാരാളം ഫലം പ്രതീക്ഷിക്കാതെ ദാനം കൊടുക്കുന്ന സമയത്ത് സ്വീകരിക്കുന്ന വ്യക്തിയാൽ ആ ദാനം പരിശുദ്ധമാക്കപ്പെടുന്നു. ഒരു ദുശ്ശീലനായിട്ടുള്ള വ്യക്തി പ്രസന്നമല്ലാത്ത ചിത്തത്താൽ മറ്റൊരു ദുശ്ശീല വ്യക്തിക്ക് ദാനം കൊടുക്കുകയാണ്. ആ വ്യക്തി വലിയ ഫലം പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ ആ ദാനം വലിയ ഫലം തരില്ല എന്ന് ഞാൻ പറയുന്നു. എന്നാൽ ശീലവാനായിട്ടുള്ള വ്യക്തി പ്രസന്ന ചിത്തത്തിനാൽ മറ്റൊരു ശീലവാനായിട്ടുള്ള വ്യക്തിക്ക് ദാനം കൊടുക്കുന്ന സമയത്ത്, ധാരാളം ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ദാനം കൊടുക്കുന്ന സമയത്ത് ആ ദാനത്തിന് വിപുലമായിട്ടുള്ള ഫലം ലഭിക്കും എന്ന് ഞാൻ പറയുന്നു. എന്നാൽ വീതരാഗനായിട്ടുള്ള ഒരു വ്യക്തി വീതരാഗനായിട്ടുള്ള മറ്റൊരു വ്യക്തിക്ക് ദാനം കൊടുക്കുന്ന സമയത്ത് പ്രസന്ന ചിത്തത്തിനാൽ അതുമൂലം ധാരാളം ഫലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ ദാനം ആമിസദാനത്തിൽ ഏറ്റവും കൂടിയ തരത്തിലുള്ള ദാനമാണ്. അതായത് വസ്തുക്കളുടെ ദാനത്തിൽ ഏറ്റവും വലിയ ദാനം ഇപ്രകാരമാണ്. ദക്ഷിണ വിഭംഗ സൂത്രം നിശ്ചിതം. അപ്പോൾ ഈ സൂത്രത്തിൽ ദാനത്തെപ്പറ്റി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഭഗവാൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കുറച്ച് സമയത്തേക്ക് നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.